അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. തുല്യതയില്ലാത്ത സൗന്ദര്യത്തിൻ്റെയും സൽ സ്വഭാവത്തിൻ്റെയും ശരീര പ്രകൃതിയുടെയും ഉടമയാണല്ലോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബി തങ്ങളെ കണ്ടവർ, അവിടുത്തെ അനുഭവിച്ചവർ, പഠിച്ചവർ, അറിഞ്ഞവർ ധാരാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട്, വാനോളം പാടി പുകഴ്ത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകളെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, അവിടുത്തെ മുഖത്തെക്കുറിച്ച്, അവിടുത്തെ ശാരീരിക അവയവങ്ങളെക്കുറിച്ച്, കൈകൾ, കാലുകൾ എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടവരിൽ പലരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂര്യനോട് ഉപമിച്ചവരുണ്ട്, ചന്ദ്രനോട് ഉപമിച്ചവരുണ്ട്, മറ്റെന്തെല്ലാം സൗന്ദര്യ വസ്തുക്കളുണ്ടോ അതിനോടെല്ലാം ഉപമിക്കാൻ ശ്രമിച്ചവരുമുണ്ട്. പക്ഷേ അവരൊക്കെ അവസാനം പറയുന്നത് ഞങ്ങൾ അശക്തരാണ്. എന്തിനോടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപമിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തിനോട് ഉപമിച്ചു കഴിഞ്ഞാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ കവച്ചു വെക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിയായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, അഹ്സനു മിൻക ലം തറകത്തു ഐനു വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ഒരാളെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. അവിടുത്തെ പോലെ സൗന്ദര്യമുള്ള ഒരാളെ ഒരു കണ്ണിനും കാണാനും സാധിച്ചിട്ടില്ല. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പാടിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുതൽ നമുക്കറിയാം മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ, അതുപോലെ തന്നെ അഹ്മദ് ഷൗഖി തങ്ങൾ, എന്തിനേറെ പറയുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഉമർ ഖാദി തങ്ങൾ, പാപ്പു ഉസ്താദ്, കുണ്ടൂർ ഉസ്താദ്, ഇവരെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയും എഴുതുകയും വാനോളം പാടി പുകഴ്ത്തുകയും ചെയ്തവരാണ്. ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ റബീഉൽ അവ്വൽ 30 ദിവസവും ദാറുൽ ഹദീസ് യൂട്യൂബ് ചാനലിലൂടെ തിരുനൂറിൽ അലിയാം എന്ന പ്രമേയത്തിൽ നബിയോരം പദ്ധതി നാം ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, അവിടുത്തെ സൗന്ദര്യം, സൽ സ്വഭാവം, പെരുമാറ്റം, ശാരീരിക പ്രത്യേകതകൾ, അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതം, അവിടുന്ന് കുട്ടികളോട്, അനാഥകളോട്, യത്തീമക്കളോട്, അതുപോലെ തന്നെ സ്ത്രീകളോട്, വൃദ്ധരോടുള്ള പെരുമാറ്റങ്ങൾ, അങ്ങനെ തുടങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കണം. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുകയും വേണം. ദാറുൽ ഹദീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയൊരു സംരംഭമാണ്. വേങ്ങര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നുകൊണ്ടുള്ള പഠനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇൻഷാ അള്ളാഹ് വരും കാലങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും അവിടുത്തെ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കാനും ആ ഹദീസിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനും ഈ ദാറുൽ ഹദീസ് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും ഇൻഷാ അല്ലാഹ് എന്ന ശുഭ പ്രതീക്ഷയോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.